നമസ്കാരം. മൂവി ബ്രാൻഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ സാമന്തയെ സംബന്ധിച്ച വലിയൊരു സന്തോഷ നിമിഷത്തിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് സാമന്ത പ്രേക്ഷകർക്ക്, ആരാധകർക്ക് ആ ഒരു സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ്. സാം പുതിയ ജീവിതത്തിൽ പുതിയൊരു അതിഥിയെ കാത്തിരിക്കുകയാണ് എന്നുള്ള തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അതായത് വലിയ ക്ലേശകരമായ ഒരുപാട് സമയത്തിലൂടെ കടന്നുപോയ തന്റെ പ്രിയപ്പെട്ട നടി ഇപ്പോൾ ഗർഭിണിയാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. 2017 സാമന്ത റോഡ് പ്രഭുവിന്റെയും നാഗചൈതന്യയുടെയും വിവാഹം കഴിയുന്നത്. അന്ന് ഇതേപോലെ തന്നെ വലിയ സന്തോഷമൊക്കെ ആയിരുന്നുവെങ്കിലും ആ ഒരു വിവാഹ ജീവിതം വളരെ ക്ലേശകരമായിട്ടാണ് മുന്നോട്ട് പോയത്. ഒരുപക്ഷെ സാമന്തയെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയ ഒരു സമയം തന്നെ ഈ ഒരു വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള പല കാര്യങ്ങളുമാണ് എന്നത് സോഷ്യൽ മീഡിയ നിറയെ സംസാര വിഷയമായിരുന്നു. യേ മായ ചെസാവോ എന്ന് പറയുന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടയിലാണ് സാം നാഗചൈതന്യയും തമ്മിൽ പരിചയപ്പെടുന്നതും പ്രണയത്തിലാകുന്നതും. അങ്ങനെ തങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് എല്ലാവരോടും പറഞ്ഞുകൊണ്ട് 2015 സാമന്ത് തന്നെ ഒരു ട്വീറ്റ് നൽകുകയായിരുന്നു. നാഗചൈതന്യക്ക് ജന്മദിനാശംസകൾ പോസ്റ്റ് നൽകിക്കൊണ്ടായിരുന്നു തങ്ങൾ പ്രണയത്തിലാണ് എന്ന തരത്തിൽ പ്രേക്ഷകരിലേക്ക്, ആരാധകരിലേക്ക് ആ വാർത്ത നൽകിയത്. സാമന്ത് തന്റെ ട്വീറ്റിൽ നാഗയെ തന്റെ പ്രിയപ്പെട്ട വ്യക്തി എന്ന് വിശേഷിപ്പിക്കുകയായിരുന്നു. ഇതോടുകൂടെയാണ് ഇവരുടെ ബന്ധത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾക്ക് ആക്കം കൂടുകയും ഇരുവരും പ്രണയത്തിലാണ് എന്നുള്ള വിവരങ്ങൾ പ്രേക്ഷകർ, ആരാധകർ മനസ്സിലാക്കുകയും ചെയ്തത്. പിന്നീട് ഇരുവരും തമ്മിൽ വിവാഹം കഴിക്കുന്നു. വളരെ സന്തോഷകരമായിട്ടുള്ള ഓരോ സമയവുമായിരുന്നു കടന്നുപോയത്. രണ്ടുപേരും തമ്മിലുള്ള അഭിമുഖങ്ങൾ കാണാൻ പ്രേക്ഷകർ കാത്തിരുന്ന സമയം വരെയുണ്ട്. അങ്ങനെ അവരുടെ ആ ഒരു കോംബോ, ആ ഒരു കെമിസ്ട്രി കാണുമ്പോൾ വളരെയധികം സന്തോഷിച്ച ആരാധകർക്കിടയിലേക്കാണ് ആ ദുരന്ത വാർത്ത എത്തിയത്. അതായത് സാമും നാഗചൈതന്യയും തമ്മിൽ ഡിവോഴ്സ് ആകുന്നു എന്നുള്ള തരത്തിൽ. ഒരുപക്ഷെ അതിനുശേഷം വലിയ രീതിയിൽ നാഗചൈതന്യക്കെതിരെ നെഗറ്റീവ് റിവ്യൂസും നെഗറ്റീവ് ഇമ്പാക്റ്റും വന്നൊരു സമയം കൂടെയായിരുന്നു അത്. അതായത് സാമിനെ ചതിച്ചു പോയവനല്ലേ നീ എന്ന തരത്തിലുള്ള ഒരു ചർച്ചകൾ. അങ്ങനെ വിവാഹം, ഡിവോഴ്സ് എല്ലാം പെട്ടെന്നായിരുന്നു. ഒരു കാലത്ത് സാമന്തയെ ചതിച്ച ചതിയൻ എന്ന തരത്തിൽ നാഗചൈതന്യക്ക് ഒരു ടാഗ് ലൈൻ വരെ വരികയുണ്ടായ ഒരു സമയം. സാമന്ത മറ്റൊരു വിവാഹം കഴിക്കുന്നത് വരെ ആ ടാഗ് ലൈൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ സാമന്ത മറ്റൊരു വിവാഹം കഴിച്ചു. അതിൽ സന്തോഷവതിയായിട്ട് മുന്നോട്ട് പോകുന്ന കാഴ്ചകൾ കാണുന്നത് കൊണ്ട് തന്നെ നാഗചൈതന്യയെ സ്വാഭാവികമായിട്ടും സാമിന്റെ ആരാധകർ മറന്നു. ഇപ്പോൾ വളരെ സന്തോഷത്തോടെ അങ്ങനെ മുന്നോട്ട് ജീവിതം നയിക്കുന്ന സാമന്തയുടെ ജീവിതത്തിലേക്ക് ഒരു അതിഥി കൂടെ വന്നിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ബിവി നന്ദിനി റെഡ്ഡി സംവിധാനം ചെയ്ത മാ ഇൻഡ് ബംഗാരം എന്ന് പറയുന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തേക്ക് ഗംഭീര തിരിച്ചുവരവ് നടത്തിയിട്ടുള്ള തെന്നിന്ത്യൻ താരമായിട്ടുള്ള സാമന്ത അമ്മയാകാൻ ഒരുങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഏകദേശം സ്ഥിരീകരണമാകുകയാണ്. സംവിധായകനും ഭർത്താവുമായിട്ടുള്ള രാജ്നിധി മോരുമൊപ്പം തന്റെ ആദ്യത്തെ കൺമണിക്കായുള്ള കാത്തിരിപ്പിലാണ് താരം ഇപ്പോൾ എന്നുള്ളതാണ് ആ സന്തോഷം നിറഞ്ഞ സൂചനകൾ. കഴിഞ്ഞ ശനിയാഴ്ച നടന്ന മാ ഇൻഡ് ബംഗാരം എന്ന് പറയുന്ന സിനിമയുടെ ഒരു സക്സസ് മീറ്റിന്റെ ഇടയിലാണ് താരം ഗർഭിണിയാണ് എന്നുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ സാമന്തയുടെ ബേബി ബംബ് ദൃശ്യമായതോടെയാണ് ഊഹാപോഹങ്ങൾ യാഥാർത്ഥ്യമാണ് എന്ന തരത്തിൽ സംസാരിച്ചു തുടങ്ങിയത്. സമൂഹ മാധ്യമങ്ങളിൽ ഇതിനോടകം തന്നെ സാമിന്റെ ആ ഒരു പുതിയ ജീവിതത്തെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും ചർച്ച ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. സാമന്തയും ഭർത്താവും ഔദ്യോഗികമായി ഈ വാർത്ത പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ പോലും താരം ഗർഭിണിയാണെന്നുള്ള കാര്യം ചിത്രത്തിന്റെ സംവിധായകയായിട്ടുള്ള നന്ദിനി റെഡ്ഡി മാധ്യമങ്ങളോട് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഞങ്ങളുടെ ചിത്രമായിട്ടുള്ള മാ ഇൻഡ് ബംഗാര വലിയ വിജയകരമായി മാറിയ ഈ ഒരു മനോഹര സമയത്ത് അവൾ ഒരു അമ്മയാകാൻ കൂടെ പോകുന്നു എന്നുള്ള വാർത്തയാണ് എന്ന തരത്തിലാണ് നന്ദിനി റെഡ്ഡിയുടെ പ്രതികരണം. സക്സസ് മീറ്റിൽ അത്തരത്തിലൊരു വേഷത്തിലെത്തിയത് താരത്തിന്റെ ബോധപൂർവമായ തീരുമാനമായിരിക്കാമെന്നും അവർ കൂട്ടിച്ചേർക്കുന്നു. ജീവിതത്തിലെ പുതിയ സന്തോഷങ്ങൾക്കൊപ്പം ബോക്സ് ഓഫീസിലും സാമന്ത ഇപ്പോൾ മികച്ച നേട്ടം കൊയ്യുകയാണ്. താരത്തിന്റെ ഗംഭീര തിരിച്ചുവരവ് അടയാളപ്പെടുത്തിയ മാ ഇൻഡ് ബംഗാര റിലീസ് ചെയ്ത് വെറും 2 ദിവസങ്ങൾക്കുള്ളിൽ ലോകമെമ്പാടുമുള്ള 25 കോടി രൂപ നേടിക്കഴിഞ്ഞു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. ട്രാലാല മൂവിംഗ് പിക്ചേഴ്സിന്റെ ബാനറിൽ സാമന്ത തന്നെയാണ് ചിത്രത്തിന്റെ നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത്. ഭർത്താവ് രാജ്നിധി മോരു, ഹിമന്ത് ദുവൂരു എന്നിവരാണ് ചിത്രത്തിന്റെ സഹനിർമ്മാതാക്കൾ. സിനിമാ തിരക്കുകൾക്കിടയിലും അപൂർവമായി മാത്രം പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്ന താരത്തിന്റെ ഇപ്പോഴത്തെ ഈ സന്തോഷ വാർത്ത ആരാധകരും ഏറ്റെടുത്തു കഴിഞ്ഞു. ഇപ്പോൾ രണ്ടാം വിവാഹത്തിൽ നടി ഏറെ സന്തുഷ്ടയാണ് എന്ന തരത്തിലുള്ള സന്തോഷ ചർച്ചകളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി
ചർച്ചകൾ നടക്കുന്നത്. അതേസമയം ആദ്യ വിവാഹം തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു ദുരന്തമായിരുന്നുവെങ്കിലും രണ്ടാമത്തെ സാമിന്റെ ആ വിവാഹ ജീവിതം അത് വളരെ തൃപ്തകരമാണ് എന്ന തരത്തിൽ കാര്യങ്ങൾ പോകുമ്പോൾ അവരുടെ പല അഭിമുഖങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. കാരണം തന്റെ ഭർത്താവിനെ എന്നും ചേർത്ത് പിടിക്കുന്ന അതേ കെയർ തിരിച്ചു കിട്ടുന്ന ഒരു സമയമാണ് ഇപ്പോഴുള്ളത് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് സാം പലപ്പോഴും മാധ്യമങ്ങളോടക്കം സംസാരിക്കാറുള്ളത്. അവർ അത്തരത്തിൽ പല വിശേഷങ്ങൾ പങ്കുവയ്ക്കുമ്പോഴും തന്റെ ഭർത്താവിന് തന്നോട് എത്രമാത്രം സ്നേഹമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് പ്രേക്ഷകർക്ക് അത് മനസ്സിലാകുന്നത്. തന്റെ വ്യക്തി ജീവിതത്തെയും പ്രൊഫഷണൽ ജീവിതത്തെയും മിക്ക തീരുമാനങ്ങളും തൻ ഭർത്താവുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് ഓരോന്നും തീരുമാനിക്കാറുള്ളത് എന്ന് വളരെ സന്തോഷത്തോടു കൂടെയാണ് സാം പറയുന്നത്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളെ ആശ്രയിച്ചുകൊണ്ട് അത്തരം തീരുമാനമെടുക്കുമ്പോൾ തനിക്ക് അത് വളരെ പോസിറ്റീവായിട്ടാണ് തോന്നാറുള്ളത് എന്നും സാമന്ത റുത്ത് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഒരു ചിത്രം പങ്കുവെക്കുന്നത് പോലുള്ള ചെറിയ തീരുമാനങ്ങൾ പോലും താൻ തന്റെ ഭർത്താവിന്റെ അഭിപ്രായങ്ങൾ തേടിക്കൊണ്ടായിരിക്കും പലപ്പോഴും ചെയ്യാറുള്ളത്. അതിൽ തനിക്കൊരു പ്രത്യേക സന്തോഷമുണ്ട് എന്ന തരത്തിലാണ് സാമിന്റെ അത്തരം വെളിപ്പെടുത്തലുകൾ. മാ ഇൻഡി ബംഗാരം എന്ന് പറയുന്ന തന്റെ പുതിയ ചിത്രത്തിന്റെ റിലീസിന് മുന്നോടിയായിട്ട് സംസാരിക്കവെയാണ് അന്ന് അവർ തന്റെ ഭർത്താവിനെ കുറിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത്. വീട്ടിലൊരു കഥാകൃത്തുള്ളത് പ്രൊഫഷണൽ ജീവിതത്തിൽ സഹായിക്കുന്നുണ്ടോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനായിരുന്നു സാമന്ത തന്റെ ഈ വ്യക്തി ജീവിതത്തിലും പ്രൊഫഷണൽ ജീവിതത്തിലും തമ്മിലുള്ള വ്യത്യസ്തപരമായിട്ടുള്ള വേർതിരിവിനെ കുറിച്ചും ഭർത്താവ് ഇവ രണ്ടിലും എത്രത്തോളം പങ്കാളിയാകുന്നുണ്ട് എന്നതും വിശദീകരിച്ച് രംഗത്തെത്തിയത്. എന്റെ വ്യക്തി ജീവിതവും പ്രൊഫഷണൽ ജീവിതവും വേറെ തന്നെയാണ്. എല്ലാ കാര്യങ്ങളും പക്ഷേ ഞങ്ങൾ ഒരുമിച്ചെടുക്കുന്ന തീരുമാനങ്ങളായിരിക്കുമെന്ന് മാത്രം. ഒരു സിനിമയുടെ കാര്യം മാത്രമല്ല, ലളിതമായ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ പോലും താൻ പലപ്പോഴും തന്റെ ഭർത്താവിന്റെ അഭിപ്രായം ചോദിച്ചറിയാറുണ്ട്. കാരണം നമ്മളെ ഒറ്റപ്പെടുത്തുകയും ഒരു കൃത്രിമ ലോകത്ത് എത്തിക്കുകയും ചെയ്യുന്ന ഈ സിനിമാ മേഖലയായിരുന്നിട്ടും കാര്യങ്ങളെ വളരെ യാഥാർത്ഥ്യബോധത്തോടെ കാണാൻ അദ്ദേഹത്തിനെ കൊണ്ട് സാധിക്കുന്നു എന്നത് തന്നെ അത്ഭുതപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു വ്യൂ പോയിന്റ് കൂടെ താൻ ആരായുന്നത്. ഞാൻ എടുക്കുന്ന ഓരോ തീരുമാനവും അദ്ദേഹവുമായി പങ്കുവെക്കാൻ താൻ ഇഷ്ടപ്പെടുന്നു എന്ന് സാമന്ത പറയുന്നു. 99% സമയത്തും ഞങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് തന്നെയാണ് തീരുമാനം എടുക്കാറുള്ളത്. തങ്ങളുടെ ഈ കൂട്ടുകെട്ട് വളരെ മികച്ചതാണ് എന്ന് വിശേഷിപ്പിച്ച സാമന്ത മാനിൻറ്റി വെങ്കാരം എന്ന് പറയുന്ന രാജിന്റെ കുഞ്ഞ് ആണ് എന്നുള്ള ഒരു വിശേഷണവും നൽകിയിരുന്നു. അതായത് കുഞ്ഞ് എന്നുള്ള ഒരു പരാമർശം അന്നും ഉണ്ടായിരുന്നു എന്നത് താൻ ഗർഭിണിയാണ് എന്നതിന്റെ ഒരു സൂചനയാണോ എന്ന് ആരാധകർ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. എന്തായാലും ചിത്രത്തിന്റെ തിരക്കഥ, എല്ലാ ദിവസവുമുള്ള ഷൂട്ടിംഗ് സെറ്റിലെ സാന്നിധ്യം, പോസ്റ്റ് പ്രൊഡക്ഷൻ, സൗണ്ട് മിക്സിംഗ്, സംഗീതം എന്നിവയെല്ലാം തന്നെ രാജിന്റെ വ്യക്തിപരമായിട്ടുള്ള മുദ്രയുള്ള ഒന്നു തന്നെയാണ് എന്നും സാം അപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. 2023 പുറത്തിറങ്ങിയ ശാകുന്തളം, ഖുഷി എന്നീ ചിത്രങ്ങൾക്ക് ശേഷം സാമന്ത തിയേറ്ററുകളിലേക്ക് തിരിച്ചെത്തുന്ന ഒരു ചിത്രമാണ് ഇപ്പോൾ ഏറ്റവും വലിയ വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്നത്. 2024 രാജ് ആൻഡ് DK ഒരുക്കിയ പ്രൈം വീഡിയോ സീരീസ് സിറ്റാഡൽ ഹണി ബണ്ണിയിൽ വരുൺ ധവനൊപ്പം സാമന്ത അഭിനയിച്ചതൊക്കെ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. ഇതേ തുടർന്ന് 2025 ശുഭം എന്ന ചിത്രത്തിൽ അതിഥി വേഷത്തിലെത്തുകയും അതിലൂടെ നിർമ്മാതാവായി അരങ്ങേറുകയും ചെയ്ത ഒരു വ്യക്തിയാണ് സാം. ഇന്ത്യൻ കുടുംബാംഗങ്ങൾ സ്ത്രീകളിൽ അടിച്ചേൽപ്പിക്കുന്ന ഗാർഹിക ബാധ്യതകൾ നിറവേറ്റി ഭർത്തൃ വീട്ടുകാരുടെ മനസ്സ് കീഴടക്കാൻ ശ്രമിക്കുന്ന ഒരു സ്ത്രീയുടെ കഥയാണ് ചിത്രത്തിന്റെ പ്രമേയമായിട്ട് മാറിയിരിക്കുന്നത്. ചിത്രം 1980കളുടെ പശ്ചാത്തലത്തിലാണ് ഒരുക്കിയിരിക്കുന്നത്. ഇന്നത്തെ കാലത്തും സ്ത്രീകളെ അളക്കാൻ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ട് എന്ന് ഇതിലൂടെ പറയുന്നു. ഇതിലെ എല്ലാ കാര്യങ്ങളും തികയ്ക്കാനുള്ള കടുത്ത സമ്മർദ്ദങ്ങൾ നിലവിലുണ്ട്. അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഒരു സ്ത്രീ എന്ന നിലയിൽ കുറവുള്ളവരാണെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നും. മിക്കപ്പോഴും അങ്ങനെ തോന്നിപ്പിക്കുവാൻ സമൂഹവും ശ്രമിക്കാറുണ്ട് എന്നുള്ളതാണ് സാമന്ത പറയുന്നത്. ആ ചെക്ക് ലിസ്റ്റ് എടുത്തു നോക്കിയാൽ അതിലെ ഭൂരിഭാഗം കാര്യങ്ങളും തികയ്ക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എനിക്ക് പാചകം ചെയ്യാൻ അറിയില്ല, പാടാൻ അറിയില്ല. അപ്പോൾ ഞങ്ങളെപ്പോലുള്ളവർക്ക് എന്താണ് സംഭവിക്കുക? ഒരു കുടുംബത്തിലെ ബംഗാരം ആകാൻ ഞങ്ങൾക്ക് യോഗ്യതയില്ലേ? തെലുങ്ക് കുടുംബങ്ങളിൽ പ്രിയപ്പെട്ട മകളെയോ മരുമകളെയോ സ്നേഹത്തോടെ വിളിക്കാൻ ഉപയോഗിക്കുന്ന ബംഗാരം എന്ന ഈ വാക്കിൽ നിന്നാണ് തന്റെ ചിത്രത്തിന് ഈ പേര് ലഭിച്ചതെന്ന് സാം വ്യക്തമാക്കുന്നു. ഓരോ സ്ത്രീക്കും അവരുടേതായ പ്രത്യേകതകളുണ്ട്.
സമൂഹം പറയുന്ന രീതിയിലല്ല, നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ കുടുംബം നിങ്ങളെ അംഗീകരിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്നാണ് സാം പറയുന്നത്. ദി ഫാമിലി മാൻ, സിറ്റാഡൽ എന്നീ പ്രശസ്ത പരമ്പരകളിലൂടെ ശ്രദ്ധേയനായ രാജൻ TK എന്ന സംവിധായക ജോഡിയിലെ ഒരാളാണ് രാജ് നിധി മോരോ എന്ന് പറയുന്ന സാമിന്റെ ഭർത്താവ്. 2021 ദി ഫാമിലി മാൻ സീസൺ 2 ചിത്രീകരണത്തിനിടയിലാണ് രാജ് ആദ്യമായി സാമുമായി പ്രവർത്തിക്കുന്നത്. തുടർന്ന് 2025 ഡിസംബറിൽ ഇരുവരും വിവാഹിതരാകുകയായിരുന്നു. രാജിനൊപ്പം വസന്ത് മരിങ്കന്തി കഥയൊരുക്കുന്ന ചിത്രം നന്ദിനിയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ട്രലാല മൂവീസ് പിക്ചേഴ്സിന്റെ ബാനറിൽ രാജ്, സാമന്ത, ഹിമാങ്ക് എന്നിവർ ചേർന്ന് ചിത്രം നിർമ്മിച്ചിരിക്കുന്നു. റിലീസിന് മുൻപ് തന്നെ ചിത്രത്തിന്റെ നിർമ്മാണ ചെലവ് പൂർണ്ണമായും തിരിച്ചുപിടിച്ച സിനിമ ആണ് ഇത് എന്നൊരു പ്രത്യേകതയുമുണ്ട്. ഇപ്പോൾ അതിന്റെ ഒരു വിജയാഘോഷ വേളയിലാണ് സാം പുതിയൊരു ജീവിതത്തിൽ പുതിയൊരു അതിഥിയെ കൂടെ കാത്തിരിക്കുകയാണ് എന്ന തരത്തിൽ ആ ഒരു സന്തോഷ വാർത്ത എത്തുന്നത്. എന്തായാലും ദമ്പതികൾ ഇതിനൊരു സ്ഥിരീകരണം തന്നിട്ടില്ല എങ്കിൽ പോലും സാം ആ ഒരു അറ്റയറിൽ വന്നത് അതൊരു പക്ഷേ അത്തരം ഒരു പറയാതെയുള്ള ഒരു സൂചന നൽകാൻ വേണ്ടിയാണ് എന്ന് ആരാധകർ വിചാരിക്കുന്നു. എന്തായാലും വളരെ സന്തോഷകരമായിട്ടുള്ള സാമിന്റെ വിജയാഘോഷത്തിൽ പങ്കുചേരുന്ന ആരാധകർക്ക് ഇരട്ടി മധുരമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു കുഞ്ഞ് എന്ന് പറയുന്ന വിശേഷ വാർത്ത കൂടെ.